89.6 FM Sargakshetra SK Junction. നമസ്കാരം സർഗക്ഷേത്ര 89.6 FM-ൽ ഇത് നമ്മളുടെ എസ് കെ ജംഗ്ഷന്റെ സമയമാണ്. എസ് കെ ജംഗ്ഷനിലെ കൂടെയുള്ളത് RJ ദിവ്യയാണ്. ഇന്ന് RJ ദിവ്യയുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി പറയും മുമ്പേ ഞാൻ കുറച്ച് സാഹിത്യപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാ. കേരളക്കരയിൽ ചിങ്ങപ്പുലരി ഉണരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു താളമുണ്ട്. പമ്പാ നദിയുടെ ഓളങ്ങളെ കീറിമുറിച്ച് ആകാശത്തേക്ക് മുട്ടുന്ന അമരപ്പൊക്കവുമായി പാഞ്ഞു വരുന്ന പള്ളിയോടങ്ങളുടെ ഒരു ഗാംഭീര്യം. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയെക്കുറിച്ചും നാവിലൂറുന്ന വിഭവങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന ആറന്മുള വള്ളസദ്യയെക്കുറിച്ചുമാണ്. വെറുമൊരു വള്ളംകളി അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുളയിലേത് ഭക്തിയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഒരു മാസ്മരിക അനുഭവം തന്നെയാണ്. പക്ഷെ ഇതിനെ പറ്റിയുള്ള കുറച്ച് ഏറെ വിവരങ്ങൾ നമുക്കൊക്കെ അറിയണ്ടേ. കുറച്ച് ശാസ്ത്രീയ വശങ്ങളും എന്നാൽ ശാസ്ത്രീയമല്ലാത്ത കുറച്ച് ദൈവിക വശങ്ങളും ഒക്കെ നമുക്ക് അറിയണ്ടേ. യെസ്, ഇതിനെപ്പറ്റി, അതായത് നമ്മളുടെ ആറന്മുള വള്ളസദ്യയെ പറ്റിയും വള്ളംകളിയെ പറ്റിയും ഒക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2023 തെക്കേമുറി പള്ളിയോടത്തിൽ ക്യാപ്റ്റനായിട്ട് നിന്നുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ ഒരു പള്ളിയോടത്തിൽ തന്നെ ഇപ്പോഴും നിലനിന്ന് പോവുകയാണ്. അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള സദ്യയുടെ കാര്യവട്ടങ്ങളൊക്കെ ഒന്നറിയാവുന്ന, പൊടിക്കൈകളൊക്കെ അറിയാവുന്ന ഒരാൾ, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരനായ ഒരാളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, അനീഷ് സർ, നമസ്കാരം. എസ് കെ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം നന്നായിട്ട് പോകുന്നു. അതെ. നമ്മളുടെ ആറന്മുള വള്ളസദ്യ തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഒരു പൊലിമയുണ്ടല്ലോ ഇപ്പൊ പത്തനംതിട്ടയ്ക്ക്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ജൂലൈ 19 നമുക്ക് വള്ളസദ്യ തുടങ്ങുന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സെപ്റ്റംബർ 16 വള്ളസദ്യയുടെ സമാപനം ഉള്ളത്. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് ഗാംഭീര്യത്തോടെ, അല്ലെങ്കിൽ വള്ളസദ്യയുടെ ഏറ്റവും മെയിനായിട്ടുള്ള 2 ദിവസങ്ങളുള്ളതിലൊന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യയാണ്. അത് സെപ്റ്റംബർ 4 അതുപോലെ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന, ലോകം എമ്പാടും അറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 30 ഇങ്ങനെയാണ് നമ്മുടെ ഒരു വള്ളസദ്യയുടെ അല്ലെങ്കിൽ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് കേൾക്കുന്ന പ്രവാസികളായിട്ടുള്ള പത്തനംതിട്ടക്കാരും മാത്രമല്ല, വള്ളംകളിയെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പുറപ്പ് വരുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ചോദിച്ചറിയാം, വിശേഷങ്ങൾ അറിയാം. എസ് കെ ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അനീഷ് സാറും കൂടെയുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. അങ്ങനെ സർഗക്ഷേത്ര 89.6 FM-ൽ എസ് കെ ജംഗ്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തെ കീറി മുറിച്ച് വള്ളങ്ങൾ പോകുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എസ് കെ ജംഗ്ഷനുമായിട്ട് എത്തുകയാണ്. എസ് കെ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആറന്മുള വള്ളംകളിയിലെ തെക്കേമുറി പള്ളിയോടത്തിന്റെ ഒരു സാരഥി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഇപ്പോഴും പള്ളിയോടത്തിനൊപ്പം തന്നെ ആ പള്ളിയോടത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരിൽ ഒരാളാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അനീഷ് സാറാണ്. അനീഷ് സാറിനോട് നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം വള്ളംകളിയെ പറ്റിയും അതേപോലെ തന്നെ ആറന്മുള വള്ളസദ്യയെ പറ്റിയും. നമ്മൾ TV-യിലൊക്കെ കാണുന്ന വള്ളംകളി, ഇപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ വരാൻ പോവുകയാണ്. ഇനി വള്ളംകളിയുടെ സീസൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വള്ളംകളിയൊക്കെ നമ്മൾ TV-യിൽ കാണുക എന്ന് പറയുമ്പോൾ അതൊരു മത്സര ബുദ്ധിയോടുകൂടാണ് ഉള്ള വള്ളംകളിയാണ് കൂടുതലും കാണാറുള്ളത്. ഒരു വഴിപാടെന്നുള്ള ബേസിലും അതുപോലെ തന്നെ ഒരു ദൈവികതയുണ്ട് ആറന്മുള വള്ളംകളിക്ക്. അതിന്റെ പിന്നിലത്തെ ഒരു ആചാരത്തിനെ പറ്റിയും അതേപോലെ തന്നെ തിരുവോണത്തോണി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു കഥയും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരുമോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അത് കുറച്ച് നീണ്ട കഥയാണ്. പക്ഷെ നമുക്ക് ഇവിടെ അത് പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചുരുക്കി പറയാം. വളരെ പെട്ടെന്ന് പറയാം. പമ്പാ നദിക്കരയിലുള്ള നിലയ്ക്കലെ നാരായണപുരം എന്ന ദേശത്ത് അർജുനന്റെ തേവാരമൂർത്തിയായിരുന്ന മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമായിരുന്നു. ഒരിക്കൽ അതൊരു 6 മുള കെട്ടി ചങ്ങാടമുണ്ടാക്കിയാണ് പമ്പാ നദി കൂടെ യാത്ര തിരിച്ച് ഇവിടെ വരുന്നത്. അപ്പൊ 6 മുള കെട്ടി വന്നതുകൊണ്ടാണ് ആറന്മുള എന്നുള്ള പേര് അവിടെ വരുന്നത്. ഇനി അതുപോലെ പള്ളിയോടം എന്ന പേര് വന്നത്, പള്ളി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്നുള്ളൊരു അർത്ഥം വരുന്നു, ഓടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം എന്നുള്ള അർത്ഥം വരുന്നു. അത് അങ്ങനെയാണ് പള്ളിയോടം. അപ്പൊ ക്ഷേത്രമായിട്ട്, അപ്പൊ ആ പേര് തന്നെ ഉണ്ട്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ TV-യിൽ കാണുന്ന, നേരിട്ട് കാണുന്ന വള്ളം എന്നുള്ള ഒരു പദം അവിടെ വരുന്നത്.
പിന്നെ പലർക്കും സംശയം ഉണ്ടാവും, ആലപ്പുഴ ഉള്ളതും ആറന്മുള ഉള്ളതും വള്ളമാണ്. പക്ഷെ ആറന്മുള ഉള്ളതിൽ 1/3 ഭാഗം മാത്രമേ വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ. അതായത് അമരവും ടച്ച് ചെയ്തിട്ടില്ല, കൂമ്പും ടച്ച് ചെയ്തിട്ടില്ല. നടുഭാഗം മാത്രമാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. നേരെ തിരിച്ച് നമ്മൾ ആലപ്പുഴയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ കായലിലേക്ക് പരന്നാണ് കിടക്കുന്നത്. കൂമ്പ് മുതൽ അമരം വരെയും ആ കായലിലേക്ക് മുട്ടിയാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്, ആറന്മുള വള്ളം നമ്മൾ പല പ്രാവശ്യം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് വിപുലമായതുകൊണ്ട് നിങ്ങൾ കണ്ടു കാണും, ഡ്രിഫ്റ്റിംഗ് എന്നും പറഞ്ഞ് കണ്ടു കാണും. കാർ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പമ്പാ നദി കൂടെ പള്ളിയോടം ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അത് ഈ 1/3 ഭാഗം മാത്രം വെള്ളത്തിലുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ വള്ളം ചവിട്ടിത്തിരിക്കുക എന്ന് നമ്മൾ പറയും. പക്ഷെ നേരെ തിരിച്ച ആലപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം വെള്ളത്തിൽ അത് അത്രയും കിടക്കുന്നത് കൊണ്ട് ആ ഒരു ഫോഴ്സിൽ അത് ചവിട്ടി തിരിച്ചു കഴിഞ്ഞാൽ വള്ളം മറിയാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ഡ്രിഫ്റ്റിംഗ് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഒരു സോഷ്യൽ മീഡിയ മൊത്തവും അടക്കി മാണിരുന്ന ഒരു വൈറൽ വീഡിയോ തന്നെയാണ് ഈ ഡ്രിഫ്റ്റിംഗ് എന്നുള്ളത്. അതെ അതെ. അതിന് പ്രത്യേക പരിശീലനം വല്ലതും ഉണ്ടോ? അതിന് പരിശീലനം നമ്മളതൊരു ഒരാളെ നിർത്തി നമ്മളത് പരിശീലിപ്പിച്ചെടുക്കുന്നതല്ല. ഇതിന് താല്പര്യമുള്ളവർ, കാരണം വള്ളത്തെ കയറുമ്പോൾ വള്ളം ഒരു കാരണവശാലും ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നതല്ല. വള്ളത്തിന്റെ ഒഴുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ തുഴച്ചിലുണ്ടാകുമ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാവും. നടുക്ക് നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ തന്നെ ഇതിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമരത്ത് നിൽക്കുന്ന ഒരു 18 അടി പൊക്കമുള്ള അമരം വരെയാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല പേടി ഫീൽ ചെയ്യും ചിലർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ നിൽക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അത് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ലാതെ വന്ന് നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ 5-ാം അടനയം എടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് 4 കയറാം, 3 കയറാം, 2 കയറാം, 1 കയറാം. 1 കയറി നിൽക്കാനുള്ളൊരു ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എന്നെ കൈപിടിച്ച്, അവിടെ ഈ നമ്മൾ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൈപിടിച്ച് ഒന്നാമത് നിർത്തിയത് പീട്ടറച്ചാനാണ്. ഞങ്ങളുടെ വള്ളത്തിൽ, ഞങ്ങളുടെ പള്ളിയോടത്തിൽ 1-ാം അമരക്കാരൻ എന്ന് പറയുന്നത് പീട്ടറച്ചാനാണ്. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കും ഒരു അമരത്തേക്ക് കയറി നിൽക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എസ്കെ ജംഗ്ഷൻ കഴിയുന്നതിലൂടെ ഞങ്ങൾ എല്ലാവരും വള്ളം കളിയെ പറ്റിയും വള്ളത്തെ പറ്റിയിട്ടും നന്നായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ആറന്മുള വള്ളം കളിയെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനിൽ RJ ദിവ്യ ഹാജരായിട്ടുണ്ട്. RJ ദിവ്യയുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയുമുണ്ട്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറന്മുള വള്ളം കളിയെ പറ്റിയും വള്ളസദ്യയെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ആറന്മുള പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊന്നാണ് തിരുവോണത്തോണി എന്നുള്ളത്. ഞങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു, പക്ഷെ ആ കഥ നമുക്ക് മുഴുവിപ്പിക്കണമല്ലോ. യെസ്, ഞങ്ങൾക്ക് ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ട് പറയണം. അനീഷ് സർ, അതിനെപ്പറ്റി ഞങ്ങൾക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കവിടെ കഥ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കാട്ടൂർ മങ്ങാട്ട് മഠത്തിലൊരു ഭട്ടതിരി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ തിരുവോണ നാളിലും കാലുകഴിച്ചൂട്ട് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരാൾക്ക് ആഹാരം കൊടുത്ത് പോന്നിരുന്നു. അപ്പോൾ ഒരു തിരുവോണത്തിൻ്റെ അന്ന് അവിടെ ആരും കഴിക്കാൻ വന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചിട്ട്, അപ്പോൾ ഇനി അടുത്ത വർഷം മുതൽ ഇനി ഞാൻ നടത്തുന്നില്ല, ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് ഉപവസിക്കാൻ തീരുമാനിച്ചു എന്ന് ഉദ്ദേശിച്ച ഇരിക്കുമ്പോൾ ഒരു ബാലൻ അവിടേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ആൾ വന്ന ഉദ്ദേശത്തിൽ തന്നെ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ കാലുകഴിച്ചൂട്ട് നടത്തി കുട്ടി പോവുകയും ചെയ്തു. രാത്രിയിൽ കിടന്നുറങ്ങിയപ്പം സ്വപ്നത്തിലാണ് അറിയുന്നത്. സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ആറന്മുള ഭഗവാനാണ് വന്നിരുന്ന് കഴിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട്, അടുത്ത വർഷം മുതൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി, എനിക്കുള്ളത് ഇങ്ങോട്ട് എത്തിച്ചാൽ മതി. ഇതൊരു റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ് ആണല്ലോ. അതെ. അപ്പോൾ എനിക്കുള്ളത് ഇങ്ങോട്ട് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് എല്ലാ വർഷവും തിരുവോണ നാളിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയോടത്തിൽ, അദ്ദേഹത്തിൻ്റെ വള്ളത്തിൽ ഭഗവാനുള്ള ആഹാരവുമായിട്ട് വരുന്നത്. അപ്പോൾ അത് കുറേ വർഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ പിടിച്ചുപറി മോഷണമൊക്കെ നടക്കുന്നത് ഈ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വന്നുകൊണ്ടിരുന്നപ്പോൾ പല വർഷങ്ങളായിട്ട് നോക്കി വെച്ചിരുന്ന ആൾക്കാരായിരിക്കണം ഒരു വർഷം അത് അപഹരിച്ചു. തിരുവോണ നാളിൽ കാട്ടൂരിൽ നിന്ന് വരുന്ന വള്ളത്തിൽ നിന്നും ഭഗവാന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നും പച്ചക്കറികളും ബലവ്യഞ്ജനങ്ങളും ഒക്കെ അപഹരിച്ചു കൊണ്ടുപോയി. പിന്നെ അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കരപ്രമാണിമാർ ആഹാരം കൊണ്ടിരുന്ന വള്ളത്തിന് കാവലായിട്ട് ഇറക്കിയതാണ് ഇപ്പോൾ കാണുന്ന ഈ പള്ളിയോടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാലത്ത് വളരെ കുറച്ച് പള്ളിയോടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന് കാവലായിട്ട് വന്നതാണ് പള്ളിയോടങ്ങൾ. അപ്പോൾ ഈ തിരുവോണ നാളിൽ അപ്പം 2 ദിവസം മുമ്പേ ഇറങ്ങി ഈ തിരുവോണ നാളിൽ രാവിലെ ഒരു 6 മണിക്ക്, ഒരു 5 മണി 6 മണിക്കകത്താണ് പള്ളിയോടം ഈ ക്ഷേത്രക്കടവിലേക്ക് എടുക്കുന്നത്. കാണാൻ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഇരുട്ടായതുകൊണ്ട് പലർക്കും ഇത് കാണാൻ, തിരുവോണത്തോണി വരുന്നതും അകമ്പടി വരുന്ന വള്ളങ്ങളും കാണാനൊന്നും എല്ലാ ജനങ്ങൾക്കും പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ വന്നപ്പോൾ ഈ ഭഗവാന് വേണ്ടിയിട്ട് വരുന്ന പള്ളിയോടങ്ങളായതുകൊണ്ട് അവർക്കൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും ആൾക്കാർക്ക് ഇതെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായ ഉത്രട്ടാതി ദിവസം ഉത്രട്ടാതി വള്ളംകളി പോലെ
നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വരികയും അവിടെ അങ്ങനെ വള്ളംകളി ആകുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ഇത് ഘോഷയാത്രയായിട്ട് വരികയും പിന്നെ അത് താരതമ്യേന കാലം മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മത്സര വ്യത്യാസങ്ങളും അതിനകത്തെ നിയമങ്ങളും ഒക്കെ പലതും വ്യത്യാസം വന്ന് ഇന്ന് നമ്മൾ കാണുന്ന ആലപ്പുഴ വള്ളംകളി പോലെ ആൾക്കാരിലേക്ക്, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലേക്ക് അവർക്ക് മനസ്സിലൊരു ആവേശം വന്നു. ഈ ട്രോഫി കൊണ്ടുപോകണം എന്നുള്ളൊരു ആവേശം പുറത്ത് എല്ലാവരും ഒരു മത്സരമായിട്ട് തന്നെ കണ്ട് തുടങ്ങി. പക്ഷേ എന്നിരുന്നാലും എത്രക്ക മത്സരമാണെന്ന് പറഞ്ഞിരുന്നാലും അവിടെ ആചാരം അല്ലെ ഭഗവാൻ എന്നുള്ളതിന് പുറത്തോട്ട് വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഒരു വള്ളക്കാർക്ക് പ്രൈസ് കിട്ടി, അതുകൊണ്ട് പിന്നെ അവരെ ഒരു ശത്രുവായിട്ടൊന്നും കാണത്തില്ല. ആ പ്രൈസ് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ വള്ളം ഫൈനലിൽ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വള്ളത്തിലിരുന്ന പിള്ളേരായിരിക്കും ചിലപ്പോൾ പോയി അതിന് തുഴയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ ആയിരിക്കും. എന്നാൽ അന്നത്തെ ദിവസത്തോടു കൂടി ആ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ മത്സരം അവിടെ തീർന്നു. പിന്നെ ഭഗവാന് പള്ളിയോടം എന്നുള്ളൊരു മാനസിക ലെവലിൽ തന്നെയാണ് അവിടെ എല്ലാവരും പെരുമാറുന്നത്. മൊത്തത്തിലൊരു സൗഹൃദമായിട്ടുള്ള ഒരു മത്സരം. തീർച്ചയായിട്ടും സൗഹൃദപരമായിട്ടുള്ള മത്സരം. സൗഹൃദപരമായിട്ട് മാത്രമല്ല, ഈ പറഞ്ഞ രീതിയിൽ മതപരമായിട്ട് നോക്കിയാലും അവിടെ ഒരു ജാതിമത വർണ്ണ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു നാടെന്ന് പറയുന്നത് ഉദാഹരണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്കിത് പലയിടത്തും പറയാനേ പറ്റത്തുള്ളൂ, നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെയില്ല. പക്ഷേ ഇത് നമുക്ക് നല്ല പകൽ വെളിച്ചത്തിൽ നമുക്ക് ആൾക്കാരെ കൊണ്ടു നിർത്തി കാണിച്ചു കൊടുക്കാം. കാരണം കഴുത്തയിൽ കൊന്ത ഇട്ടുകൊണ്ട് വന്ന് പള്ളിയോടത്തിൽ കയറി അവിടെ വന്ന് നമ്മൾ പാടുന്ന പ്രാർത്ഥന പാടി നമ്മുടെ കൂടെ ക്ഷേത്രത്തിന്റെ ചുറ്റും വലം വെച്ച് നടന്ന് പള്ളിയോട് ഭഗവാനെ വിളിച്ചുള്ള പാട്ട് പാടി നമ്മുടെ കൂടെ ഈ ആചാരങ്ങളെല്ലാം അവരും തന്നെ പാലിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ തന്നെ അവരും ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മൾ എത്രമാത്രം ഭഗവാനെ എങ്ങനെയൊക്കെ ഭക്തിപൂർവ്വം കാണുന്നോ അവരും ആ ഒരു ലെവലിൽ തന്നെ കണ്ട് നമ്മുടെ കൂടെ തന്നെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പള്ളിയോടത്തിലെ ആൾക്കാരെ സ്വീകരിച്ചാണ് പിന്നെ സദ്യയിലേക്ക് പോകുന്നത്. സദ്യ അവിടെ നിൽക്കട്ടെ. സദ്യയെ പറ്റി ഞങ്ങൾക്ക് വിശദമായിട്ട് അറിയാനുണ്ട്. ഒരു പാട്ട് വരുന്നുണ്ട്. ഇത് SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ SK ജംഗ്ഷനിൽ ഇങ്ങനെ തുഴഞ്ഞ് ഏകദേശമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടന്നു വന്നിരിക്കുകയാണ്. എന്തിനെ പറ്റിയാണ് ഈ ദിവ്യ ഇപ്പൊ പറയുന്നത് എന്ന് ഇപ്പൊ നമ്മുടെ ഹാപ്പി ഫ്രീക്വൻസിയിലോട്ട് കയറിയവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇത് SK ജംഗ്ഷനാണ്. സർഗക്ഷേത്ര 89.6 FM നമ്മൾ SK ജംഗ്ഷനിൽ സംസാരിക്കുന്നത് വള്ളംകളിയെ പറ്റിയാണ്. അതും ആറന്മുള വള്ളംകളിയെ പറ്റിയാണ്. നമുക്ക് ആറന്മുള എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പേർ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം വള്ളംകളിയും അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വള്ളസദ്യ, രണ്ട് ആറന്മുള കണ്ണാടി. ഈ രണ്ട് കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്ന അനീഷ് സാർ പള്ളിയോടത്തിന്റെ പന്തനം തൊട്ടറിഞ്ഞ ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. സർ, നമ്മളുടെ വള്ളസദ്യ അത് ഇപ്പൊ ഏകദേശം ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മലയാളികളല്ലാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആറന്മുള വള്ളസദ്യ. ഇലയിട്ട് വിളമ്പുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആചാരപരമായിട്ടുള്ള ഒരു സദ്യയാണ് എന്നാണ് നമ്മൾ ആറന്മുള വള്ളംകളിയെ പറയുന്നത്. ഈ ഒരു ഊട്ടുന്ന, അതായത് പള്ളിയോടക്കാരെ ഊട്ടുക എന്നുള്ള ഒരു ഹൈലൈറ്റ് കാര്യം ഞാൻ പലപ്പോഴും പലയിടത്തും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സദ്യയെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ശരി, അപ്പോൾ ഈ വള്ളസദ്യ നടത്തുന്നത് എന്തിനാണെന്നുള്ളതും കൂടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയാം. വള്ളസദ്യ നടത്തുന്ന നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വഴിപാട് പറയും, നമ്മുടെ ഇഷ്ടകാര്യങ്ങൾ സാധിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിക്കോ എന്തിനും. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ ആറന്മുള അപ്പൻ്റെ അടുത്ത് നമ്മളൊരു വഴിപാട് പറയുന്നതാണ്. എനിക്ക് ഇന്ന കാര്യം സാധിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം നടത്തിച്ചു തന്നാൽ ഞാൻ വള്ളസദ്യ നടത്തിയേക്കാം എന്നൊരു വഴിപാട് പറയുന്നതാണ്. അപ്പോൾ ആ വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ പാട്ട് പാടുന്നത്, എന്തിനാണ് നമ്മൾ പാടി ചോദിക്കുന്നത്, ആ പാടി ചോദിക്കുന്നതിൽ എന്തെല്ലാമാണ്. നമ്മളൊരു വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളസദ്യ നടത്താൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പള്ളിയോടെ കടവിൽ ചെന്നിട്ട് ആദ്യം രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് മാല പൂജിച്ച് വാങ്ങിക്കണം. അവിടെ രണ്ട് പറ ഉണ്ടാവും. ഒരു പറ ഭഗവാന് വേണ്ടിയിട്ടും ഒരു പറ പള്ളിയോടത്തിന് വേണ്ടിയിട്ടും ഉണ്ടാവും. അത് രാവിലെ നമ്മൾ നടക്കണം. പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേനും നമ്മൾ പള്ളിയോടത്തിൻ്റെ അടുത്ത് ചെല്ലുക. പള്ളിയോടത്തിൻ്റെ ആൾക്കാരുടെ കയ്യിൽ ഈ മാല പൂജിച്ചത് കൊടുക്കുക. പള്ളിയോടം അണിയിച്ചൊരുക്കുക. അവിടുന്ന് നമ്മളെ ഈ വീട്ടുകാരാണ് യാത്രയാക്കുന്നത്. ഈ വഴിപാട് നടത്താൻ വന്നിരിക്കുന്ന വീട്ടുകാരാണ് നമ്മളെ പള്ളിയോടത്തിൻ്റെ കരയിൽ നിന്ന് യാത്രയാക്കുന്നത്. നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഇവർ നേരെ എന്ത് ചെയ്യും, കരയിൽ കൂടെ തന്നെ നമ്മുടെ ക്ഷേത്രക്കടവിൽ വന്ന് നിൽക്കും. അപ്പം നമ്മൾ പള്ളിയോടത്തിൽ പാട്ടുമൊക്കെ പാടി വള്ളപ്പാട്ടുമൊക്കെ പാടി നമ്മൾ ക്ഷേത്രക്കടവിലേക്ക് വരും. ആ കടവിലേക്ക് വരുമ്പോൾ നമ്മൾ രാവിലെ നിറച്ച പറയുടെ കൂടെ തന്നെ നമ്മൾ താലപ്പൊലി ഉണ്ടാവും. ആ താലപ്പൊലിയൊക്കെ ആയിട്ട് നമ്മളെ സ്വീകരിച്ച് വന്ന് നമ്മളെ പള്ളിയോടത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും വിളിച്ചവിടെ ഇറക്കി അവർ നമ്മളെ സ്വീകരിച്ച് ക്ഷേത്രത്തിന് ഒരു വലം വെച്ച് വന്ന് നിന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം പാട്ടുമൊക്കെ പാടി അത് കഴിഞ്ഞ് ഇവർ നമ്മളെ ഈ വീട്ടുകാർ വഴിപാട് നടത്തുന്ന വീട്ടുകാർ നമ്മളെ നേരെ വള്ളസദ്യ നടക്കുന്ന ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിരുന്ന് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ വള്ളപ്പാട്ടും പാടി ചോദിക്കുന്നത് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ വിളക്ക് കത്തിക്കാൻ ഒരു പാട്ട് പാടും.
അതുപോലെ തന്നെ ഭഗവാൻ ആദ്യം ചോറ് വിളമ്പാന്, അതുപോലെ തന്നെ കറി വിളമ്പാന് ഒക്കെ പാട്ട് പാടി വിളക്കത്ത് വെച്ചിരിക്കുന്ന ഇലയിലേക്ക് കറിയും ചോറും എല്ലാം വിളമ്പിയതിന് ശേഷം നമ്മളിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ പാടിയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തീർത്ഥം ചോദിക്കും, ചന്ദനം ചോദിക്കും, അതുപോലെ തന്നെ ഭഗവാന് നേദിച്ച ചോറ് ചോദിക്കും, ഉണ്ണിക്കണ്ണന് നേദിച്ച പല കാര്യങ്ങളും നമ്മൾ അവിടുന്ന് പാടി ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ പാടി ചോദിച്ചു കഴിയുമ്പോൾ ഈ പാടി ചോദിക്കുന്നത് എന്തിനാണ്, അല്ലെ പാടി ചോദിക്കുമ്പോൾ എന്തിനാണ്, ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലർക്കും വരുന്നുണ്ട്. പാടി ചോദിക്കുമ്പോൾ ആഹാരം അവർക്ക് കൊണ്ടു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം ആ പാടി ചോദിക്കുന്നവരുടെ അടുത്തുണ്ടാകും. ചിലപ്പോൾ ഭഗവാനായിരിക്കാം പാടി ചോദിക്കുന്നത്. ആ പാടി ചോദിക്കുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ നേരിട്ട് വരാതെ നമ്മളിൽ കൂടെ അവരിലേക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ആഹാരം തരുമ്പോൾ അവരാ വഴിപാട് നടത്തുന്നത് ഭഗവാനോട് വഴിപാട് പറഞ്ഞിട്ടാണ് അത് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ചെന്നിരുന്ന് പാടുമ്പോൾ നമ്മളിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ പാടി ചോദിക്കുന്നവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. അതിനാണ് പാടി ചോദിക്കുന്നത് എന്ന് പറയും. ഇപ്പം നമ്മൾ പാടി ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. സംസ്കൃത രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കേട്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ സാമ്പാറായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രഥമനായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചോറ് വിട്ട് പരിപ്പ് വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നെയ്യ്, അപ്പോൾ നമ്മൾ പാടും നറു നെയ്യ് നമുക്ക് വേണ്ട വെണ്ണ തന്നെ തന്നിടണം, അത് പാടും. അപ്പോൾ ആ വെണ്ണ കൊണ്ടുവരുന്ന സമയത്ത് അവർ ഈ നെയ്യ് ഒഴിക്കുന്നതിൻ്റെ കൂട്ടായിരിക്കും വെണ്ണ കൊണ്ട് നമ്മുടെ കയ്യിലോട്ടൊരു ശകലം തരുന്നത്. അപ്പോൾ അത് ശകലം വേണ്ട, എനിക്ക് നല്ലപോലെ വേണം എന്നുള്ളത് വേണമെങ്കിൽ നല്ല രീതിയിൽ പാടി ചോദിക്കുക. അത് പാടി ചോദിക്കല്ല, അത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചോദിക്കുന്നതിനെ ഏറ്റു വിളിക്കുമ്പോഴാണ് നമുക്കും അത് ചോദിക്കാൻ ഒരു ആവേശം വരുന്നത്. അത് പണ്ടൊരിക്കൽ യശോധാമ ഉരലിൽ കെട്ടിയിട്ടതും മുറിയിൽ കിടന്നാടിയതും ഗോപികമാർ കള്ളക്കണ്ണനെന്ന് വിളിച്ചതും ആ നറുവെണ്ണ കട്ടതും ഇന്നു തന്നെ അതെള്ളോളം ഇങ്ങനെ കയ്യിൽ പുരട്ടിയെന്നാൽ കൊതിയെങ്ങനെ മാറിടും, ആ നറുവെണ്ണ കുടമോടെ ഇങ്ങു തന്നിരുന്നാൽ ആനന്ദമോടെ ഞാൻ ഭുജിച്ചിടാം. കറക്റ്റ് ഞാൻ ചോദിക്കുന്ന പോലെ അത് മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ കഴിച്ചേനെ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ ഒരു കുറച്ച് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തേച്ച് തരാതെ ഒരു അതെ കുറച്ചിങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊതി എങ്ങനെ മാറും. കൊതി മാറ്റണ്ട, നമുക്കൊരു പാട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്തതായിട്ട് കേൾക്കാവുന്നതാണ്. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരുന്നോ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷൻ ദേ ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ആറന്മുള വള്ളസദ്യയെ പറ്റിയും വള്ളം കളിയെ പറ്റിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നുന്ന കുറേ കാര്യങ്ങളെ പറ്റിയും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ജൂലൈ 19 തൊട്ട് പത്തനംതിട്ട ഉറക്കമില്ലാതെ ഇരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് എനർജി ആയിരിക്കും അവിടെ ഉള്ളവർക്കൊക്കെ. ആറന്മുളയിൽ പിന്നെ പറയണ്ടല്ലോ, എന്ത് സന്തോഷത്തിന്റെ തരംഗമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത്. സംശയങ്ങളൊക്കെ, അതായത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേമുറി പള്ളിയോടത്തിന്റെ സാരഥികളിൽ ഒരാളായ അനീഷേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളുടെ SK ജംഗ്ഷനിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, അനീഷേട്ടാ, പള്ളിയോടങ്ങളിൽ കയറി തുഴയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക്. ഈ വ്രതാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ തുഴച്ചിലുകാരുടെ മനസ്സിലും ശരീരത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ നമുക്ക് ഈ 2 മാസം പള്ളിയോടം നമുക്ക് വള്ളപ്പുരയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ഈ 2 മാസം കഴിഞ്ഞ് വള്ളസദ്യ കഴിഞ്ഞാണ് തിരിച്ച് നമ്മൾ പള്ളിയോടം കയറ്റി വെക്കുന്നത്, മാലിപ്പുരയിലേക്ക് കയറ്റി വെക്കുന്നത്. പള്ളിയോടം മാത്രമല്ല, അത് തുഴയുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ കയറണമെങ്കിൽ ആ ഒരു 2 മാസം തീർച്ചയായിട്ടും അവിടെയും തെറ്റി. അടുത്തുള്ള വീട്ടുകാരുൾപ്പെടെ, വീട്ടുകാരും അടുത്തുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ രീതിയിൽ ആറന്മുള ഇഷ്ടപ്പെടുന്ന എല്ലാവരും തിരിച്ച് വീട്ടിൽ കയറണമെങ്കിൽ ഈ 2 മാസം കഴിയണം. അതെ കറക്റ്റ് ആണ്. അപ്പോൾ പള്ളിയോടം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഭഗവാനായിട്ടാണ് ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പള്ളിയോടത്തിനെ കാണുന്നത് ഒരു ഭഗവാന്റെ സങ്കല്പത്തിലാണ് കാണുന്നത്. നമ്മൾ ചുമ്മാ ചെന്ന്, നമ്മൾ രാവിലെ വള്ളസദ്യക്ക് ചെന്നാലും നമ്മൾ ചുമ്മാ ചെന്ന് ചാടിക്കയറാതെ നമ്മളൊന്ന് തൊട്ട് വണങ്ങി ഒക്കെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിന് പള്ളിയോടം എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് മാത്രമല്ല, എല്ലാവരും കാണേണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അനന്തശയനം കിടക്കുന്ന പോലെയാണ് പള്ളിയോടം കിടക്കുന്നത്. തല താങ്ങി നിർത്തി കിടക്കുന്ന രീതിയിലാണ്, ആ ഒരു ഷേപ്പിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അമരക്കാരെന്ന് പറയുന്നത് 4 പേരെ സൂചിപ്പിക്കുന്നത് 4 വേദങ്ങളായിട്ടാണ്. അതുപോലെ തന്നെ കൂമ്പിനുള്ള 8 തുഴക്കാരെ അഷ്ടദിക്പാലകരായിട്ടാണ് കൂട്ടുന്നത്. അമരത്ത് 2 സൈഡിലും കുമളകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പൂ തൂക്കിയിട്ടേക്കുന്ന ചെറിയ കുമളയുണ്ട്. ആ കുമള എന്ന് പറയുന്നത് ഒന്ന് സൂര്യനായിട്ടും മറു സൈഡിൽ ചന്ദ്രനായിട്ടുമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അമരച്ചാർത്ത്, അതായത് നിങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ പള്ളിയോടത്തിൻ്റെ ഏറ്റവും ഭംഗി തോന്നിക്കുന്ന ആ നെറ്റിപ്പട്ടം പോലെ കാണുന്ന അമരച്ചാർത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 9 കുമളകളാണ് മേളിൽ നിന്ന് താഴോട്ടുണ്ടായിരിക്കുന്നത്. അത് നവഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ ഇരുന്ന് തുഴയുന്ന ആൾക്കാർ, തുഴച്ചിലുകാർ 64 പേര് 64 കലകളായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഭഗവത് സങ്കല്പമായിട്ടാണ് നമ്മൾ പള്ളിയോടത്തിനെ കാണുന്നത്. എപ്പോഴും നമ്മൾ ആ ഒരു ശുദ്ധിയോടും ആ ഒരു മനസാന്നിധ്യത്തോടും വേണം നമ്മൾ സമീപിക്കാനും. ആ ഒരു രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു മത്സര വള്ളംകളിയാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ പള്ളിയോടത്തിൻ്റെ സേഫ്റ്റി നോക്കി മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ 4 വള്ളം ഒരുമിച്ച് വരുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 4 വള്ളത്തിൻ്റെ അമരക്കാരും പരസ്പരം അന്യോന്യം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വള്ളം ചിലപ്പോൾ കൂട്ടിപ്പിടിച്ച് തിരിക്കാറുണ്ട്. അത് എപ്പോഴും നമ്മൾ പള്ളിയോടത്തിൻ്റെ സേഫ്റ്റി നോക്കി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അത്രയും ചെയ്തു പോരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പള്ളിയോടത്തിൽ വരുമ്പോൾ മാത്രമല്ല, ക്ഷേത്രത്തിൽ നടക്കുമ്പോഴും പള്ളിയോടത്തിൽ വരുമ്പോഴും പാടുന്ന പാട്ടുകളെന്ന് പറയുന്നത് രാമപുരത്ത് വാരിയുടെ വെച്ചുപാട്ടുണ്ട്, രാമായണം, കുചേലവൃത്തം, ഭഗവദ്ദൂത്, ഭീഷ്മപർവം, സന്താനഗോപാലം, നളചരിതം എന്നിങ്ങനെ തുടങ്ങി ഈ രീതിയിലുള്ള പാട്ടുകളാണ് നമ്മൾ പള്ളിയോടത്തിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിലും എല്ലാം പാടി ഈ നിങ്ങൾ കേൾക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അവിടെ നടത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഒത്തൊരുമയുടെ ഒരു വലിയ ഒരു ഭാഗം കൂടെ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ആറന്മുള വള്ളംകളിയിലുള്ളത് എന്നത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളൂടെ അറിയാനുണ്ട്. എങ്ങും പോവരുത്, എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോളൂ. ഇത് SK ജംഗ്ഷനാണ്, കൂടെയുള്ളത് RJ ദിവ്യാണ്. ഇത് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. SK ജംഗ്ഷനിൽ നമ്മൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാണ്. ജൂലൈ 19 തീയതി തൊട്ട് ആ ഒരു സന്തോഷം മൊത്തം പത്തനംതിട്ട ജില്ലയിൽ അലയടിക്കും. അതുപോലെ തന്നെ ആറന്മുളക്കാർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്ന് തന്നെ പറയണം. യെസ്, അങ്ങനെ ഗംഭീരമായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ആറന്മുള വള്ളംകളിയും വള്ളസദ്യയെ പറ്റിയും ഒക്കെ നമ്മളോട് പറയാനായി നമ്മളുടെ സ്റ്റുഡിയോയിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് തെക്കേമുറി പള്ളിയോടത്തിന്റെ കാവൽക്കാരിൽ ഒരാളായിട്ടുള്ള അനീഷേട്ടനാണ്. അനീഷേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അനീഷേട്ടാ, ഇപ്പൊ എന്തായാലും എല്ലാവരും തയ്യാറെടുപ്പുകൾ തുടങ്ങി കാണുമല്ലോ. ഇപ്പൊ ഒരു പള്ളിയോടം നീരണിയണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുതിയ പള്ളിയോടം നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയോടത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാനുള്ളത്? ഇപ്പൊ നമുക്ക് നിലവിൽ 52 പള്ളിയോടമാണ് ഉള്ളത്. അപ്പൊ ഇനി അത് മുന്നോട്ട് ഇനി 53ാമതൊരു പള്ളിയോടം ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, 52 ഉള്ളൂ. അപ്പൊ നമുക്ക് പഴയ വള്ളം മാറ്റി പുതിയ വള്ളം പണിയാം. ആ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ചെയ്യുന്നത്. വള്ളം ശരിക്കും പണിയാൻ ഉപയോഗിക്കുന്ന തടി എന്ന് പറയുന്നത് ആഞ്ഞിലിയാണ്. അത് മാലിപ്പുരയിലാണ് പണിയുന്നത്. വള്ളം കയറ്റിവെക്കുന്ന പുരയ്ക്ക് മാലിപ്പുര എന്നാണ് പറയുന്നത്. അവിടെ കയറ്റിവെച്ചിട്ടാണ് പണിയുന്നത്. നമ്മൾ കൂടുതലും പാല, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ തടി കൊണ്ടുവരുന്നത്. ഏരാവ്, മാതാവ് എന്ന 2 തടിയാണ് ഈ വള്ളത്തിന്റെ നട്ടലെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വള്ളം പണിഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം കമഴ്ത്തിയാണ് പണിഞ്ഞു തുടങ്ങുന്നത്. അതുപോലെ തന്നെ വള്ളത്തിന് ആവശ്യമായിട്ടുള്ള ചതുരത്തിലുള്ള ആണികളാണ്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ വള്ളം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വള്ളത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു വട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ആണി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തേച്ച് വെച്ചേക്കുന്നതാണ്. ചതുരത്തിലുള്ള ആണിയാണ് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ ആണി നമ്മൾ വെളിയിൽ നിന്നല്ല പണിയുന്നത്. ഈ വള്ളം പണി നടക്കുന്ന മാലിപ്പുരയിൽ തന്നെയാണ് ഈ ആണിയുടെയും നിർമ്മാണം നടക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ചെഞ്ചില്ല് എന്ന പശയും അവിടെ ഉപയോഗിക്കാറുണ്ട്. ഈ ആണി വെച്ച് കഴിയുന്നുണ്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, തടി തമ്മിലുള്ള വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെഞ്ചില്ല് എന്ന് പറഞ്ഞ പശ ഉപയോഗിച്ചും കൂടാണ് വള്ളം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വള്ളമെല്ലാം പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഈ കല്യാണത്തിനൊക്കെ ദിവസം നോക്കുന്നത് പോലെ തന്നെ എല്ലാ രീതിയിലും നമ്മൾ സമയവും ഡേറ്റും ഒക്കെ നോക്കി അതിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ വള്ളം നീരണിയിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, പുതിയ വള്ളം അല്ലെങ്കിൽ പോലും നമ്മൾ നിലവിലുള്ള വള്ളങ്ങളാണെങ്കിൽ നമ്മൾ ഇറക്കുമ്പോൾ ഈ പള്ളിയോടത്തിന്റെ ഈ വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയോടങ്ങൾ ഇറക്കുമ്പോഴും നമ്മൾ സമയം നോക്കിയിട്ടാണ് ഇറക്കുന്നത്. ഇപ്പൊ ഈ വള്ളങ്ങൾ ഇറക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇതിലൊന്നും പിടിക്കില്ല. നമ്മൾ നേരെ അമരം വെള്ളത്തിലേക്ക് ഇറക്കി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് തന്നെ കൂമ്പ് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വള്ളം കയറ്റി വെച്ച് കഴിഞ്ഞാലും നമ്മൾ അതിന്റെ കറക്റ്റ് ചരിവൊക്കെ നോക്കി, ചരിവില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ നിലത്ത് വെക്കാറില്ല. വള്ളം എപ്പോഴും അല്പം കിളത്തി മാത്രമേ വെക്കാറുള്ളൂ. എന്തായാലും ഇനിയൊരു ഇറക്കമുണ്ട്, ഒരു നീരണികളുണ്ട്. ഈ ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അനീഷേട്ടൻ പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായത്, എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നീരണിയുന്ന ആ ഒരു ദിവസത്തിനായിട്ട്, വള്ളം കളിയുടെ ഉത്സവ രാവുകൾക്ക് വേണ്ടിയിട്ട്. യെസ്, നമുക്കും കൂടെ കൂടാം. ഇത് SK ജംഗ്ഷൻ, കൂടെയുള്ളത് RJ ദിവ്യാണ്. ഇത് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ.
SK ജംഗ്ഷൻ ഡേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. SK ജംഗ്ഷനിലെ കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ ആറന്മുള വള്ളംകളിയെ പറ്റിയും വള്ളസദ്യയെ പറ്റി കുറെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട്, കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അനീഷേട്ടനുണ്ട്. തെക്കേമുറി പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു 2023. ഇപ്പോഴും അതിലൊരു സാരഥിയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ കേൾക്കുന്ന ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആറന്മുളയിലേക്ക് വരണം, വള്ളംകളി കാണണം. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വള്ളസദ്യയിലേക്കായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വള്ളസദ്യ കഴിക്കാൻ പറ്റുമോ? അതിനുള്ള നടപടിക്രമങ്ങൾ വല്ലതും ഉണ്ടോ? ശരി, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വരുന്നതിന് ഞാൻ പാസ് തരാം. ഓക്കെ. പക്ഷെ എന്നിരുന്നാലും സർഗക്ഷേത്ര FM കേട്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വള്ളസദ്യ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് പേരുടെ ചോദ്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത്? പലരും പരാതി പറയാറുണ്ട്, ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് ടിക്കറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ പാസ് കിട്ടിയില്ല, അവർ ഞങ്ങൾക്ക് പാസ് തന്നായിരുന്നു പക്ഷെ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു എന്ന് പറയുന്ന ഒരുപാട് പരാതികൾ കേൾക്കാറുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, വള്ളസദ്യ അവിടെ വഴിപാട് സദ്യയാണിത്. ഒരു കാരണവശാലും സമൂഹ സദ്യ പോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ നടത്തുന്ന പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു ഉത്സാഹം നടക്കുമ്പോൾ നമ്മൾ ചെന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ആർക്കും എത്ര പേര് ചെന്നാലും കഴിക്കാം എന്നുള്ളൊരു സങ്കല്പമല്ല ഈ വഴിപാട് സദ്യക്ക് വരുന്നത്. വഴിപാട് സദ്യക്ക് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. വഴിപാട് നടത്തുന്ന ഒരാൾ ബുക്ക് ചെയ്യുന്നതാണ്, ഇത്ര പേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നതാണ്. അപ്പം മിനിമം 250 പേർക്കാണ് നമ്മളവിടെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാർ കൂടെ ചേർത്തിട്ടാണ് 250 എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിയോടത്തിന് ഏകദേശം 110 പാസോളം അവിടെ കൊടുക്കണം. ബാക്കിയുള്ള പാസുകൾ മാത്രമാണ് നമുക്ക് വീട്ടുകാർക്ക് കിട്ടുന്നത്. അപ്പം പിന്നെ പള്ളിയോടത്തിൽ ആൾ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 പാസ് അവർക്ക് അവിടെ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് വരുന്നതാണെന്ന് പറയുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. പക്ഷേ പലരും തെറ്റിദ്ധാരണയുണ്ട്, ആര് വന്നാലും ഫുഡ് കിട്ടും, അല്ലെ ഞങ്ങൾക്ക് തന്നില്ല, അല്ലെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി നടക്കും എന്ന് പറയുന്നത് പോലെ വള്ളസദ്യ നടത്തുന്നത് വഴിപാട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കരയിലുള്ള ആൾക്കാർക്കും നമ്മുടെ കുറച്ച് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് അവിടെ നടത്തുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ പലരിലേക്കും ഉണ്ട്. ഒരു കാരണവശാലും ഇതൊരു വഴിപാട് സദ്യയാണ്, ഒരു പൊതു സദ്യ അല്ല, അല്ലെങ്കിൽ ഒരു വഴിപാട് സദ്യയാണെന്നുള്ളൊരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഓൺലൈൻ ത്രൂ എന്തോ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ വർഷവും അതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു നിബന്ധനകൾ പുറത്തു വന്നിട്ടില്ല. നമുക്ക് നോക്കാം. ഇനി പബ്ലിക്കില് ബുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എവിടേക്കോ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്ന് തന്നെ പറയുകയാണ്. നമ്മൾ വള്ളസദ്യയെ പറ്റി അറിഞ്ഞു, വള്ളംകളിയെ പറ്റി അറിഞ്ഞു. ഇനി നമ്മൾ ആറന്മുള എന്ന് കേൾക്കുമ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി ആയിരിക്കുമല്ലോ. യെസ്, ആറന്മുള കണ്ണാടി. എന്ത് അത്ഭുതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള കൂട്ടുകളുണ്ട്, അതിന് വ്യക്തമായിട്ടുള്ള അതുണ്ടാക്കുന്ന നിർമ്മാണ രീതിയുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ആർക്കും പറഞ്ഞു തരില്ല എന്നുള്ള ഒരു ചെറിയ കടുംപിടുത്തത്തിൽ തന്നെയാണ് ഞങ്ങൾ ആറന്മുളക്കാർ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കോ? തീർച്ചയായിട്ടും. കുറച്ച് കുടുംബങ്ങളുണ്ട്, ആ കുടുംബക്കാർ മാത്രമാണ് ആ ഒരു കല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് പോലും ആറന്മുള അവിടെ ചെളി നിറയുന്ന കണ്ടത്തിൽ നിന്നും ചെളി എടുത്തുകൊണ്ട് വന്ന് അരച്ചാണ് അതിന്റെ മോൾഡ് വരെയും ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് അരവിന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. വേൾഡ് ബിഗസ്റ്റ് ആറന്മുള കണ്ണാടി ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹമാണെന്ന് തോന്നുന്നു. ലണ്ടൻ മ്യൂസിയത്തിലേക്കാണ് അദ്ദേഹം അത് ചെയ്തു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ അല്ല, ആൾക്കാരിലേക്ക് എത്തിച്ചതാണ്. അത് നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. മലയാളി എന്ന രീതിയിൽ ലണ്ടൻ മ്യൂസിയത്തിലേക്ക് ഇത്തരം ഒരു ആറന്മുള കണ്ണാടി നിർമ്മിച്ചു കൊടുത്തു എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ എന്ന നിലയിലും ഞാനൊരു പത്തനംതിട്ടക്കാരി എന്ന നിലയിലും എനിക്കൊരു അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ട് തന്നെ തോന്നുകയാണ്. അതെ. അപ്പോൾ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ആര് ചെന്നാലും നമുക്ക് അവർ കാണിച്ചു തരും. ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നതിൽ ഒരു രഹസ്യവുമില്ല. അവർ ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് നമുക്ക് തരും, അവർ നമുക്ക് കാണിച്ചു തരും. അതിലേക്ക് ചേർക്കുന്ന ചില കൂട്ടുകൾ മാത്രമാണ് അവരുടേതായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത്. ആ ഒരു രഹസ്യം പോലും നമ്മളെ കാണിച്ചു തരും. അതിന്റെ മിക്സ് എന്താണെന്നാണ് അതിലെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. പിന്നെ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അവിടെ ചെന്ന് നമുക്ക് കാണുമ്പോൾ അല്ലെ നിലത്തിത് കിടക്കുന്ന കാണുമ്പോൾ ആ ഒരു ഷേപ്പ് കണ്ണാടിയുടെ ഷേപ്പ് ആയിരിക്കത്തില്ല, അത് കണ്ണാടിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത് പോളിഷ് ചെയ്താണ് അത് കണ്ണാടിയിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നിലത്ത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കുപ്പിച്ചില്ലെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഒരു മൺപാത്രം കമത്തി ഇട്ടിരുന്നാൽ എങ്ങനെയാണോ അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്, ആ ഒരു രീതിയിലേ നമുക്ക് കാണാൻ പറ്റും. അതിനെ അവർ പൊട്ടിച്ചെടുത്ത് ഓരോ അളവിലേക്ക് മാറ്റി ആദ്യം ഉണ്ടാക്കുന്നത് കണ്ണാടിയാണ്. കണ്ണാടി അളവിന് വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കി മോൾഡുകൾ
ചൂടുകളും ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ അവരത് ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പിന്നെ അവർ മിനുസപ്പെടുത്തി ഒരുപാട് നേരം പ്രോസസ്സ് ചെയ്താണ് അതൊരു കണ്ണാടി രൂപത്തിലേക്ക് വരുന്നത്. ഒരുപാട് കഷ്ടപ്പാടാണ്. ഒരു ചെറിയ നമുക്ക് കാണുമ്പോൾ ഇവിടുന്ന് ചെന്ന് കാണുമ്പോൾ ചിലപ്പോൾ വില കേൾക്കുമ്പോൾ 3000 രൂപ, 4000 രൂപ, 2000 രൂപ, 1000 രൂപ മുതലുണ്ട്. അപ്പോൾ 1000 രൂപയ്ക്കൊക്കെ ഉള്ളൊരു കണ്ണാടി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ പണിക്കൂലി പോലും അതിനകത്ത് വരുന്നില്ല ശരിക്കും. പിന്നെ അത് എന്തുകൊണ്ട് അവർക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ കണ്ണാടി ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു റൗണ്ടിനകത്തു നിന്നും കിട്ടുന്ന ചെറിയ പീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോളിഷ് ചെയ്തെടുത്ത് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാർക്കാത്തത് കൊണ്ട് ആ ഒരു സമയം, ആ ഒരു ചൂട് ഒക്കെ, ആ ഒരു മെനക്കേടൊക്കെ സമയം കുറഞ്ഞ് കിട്ടുന്നത് കൊണ്ടാണ് അവർ ചെറിയ പ്രൈസിന് കൊടുക്കുന്നത്. അപ്പോൾ അത് ബാക്കി വരുന്നത് ചിലപ്പോൾ മെറ്റൽ പീസ് ആയിരിക്കും, പിച്ചളയിലായിരിക്കും ഈ ഒരു ഷേപ്പ് ചെയ്തെടുത്ത് അതിലേക്ക് കണ്ണാടി ഉണ്ടാക്കി അതിനൊരു പീഠമൊക്കെ വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ഏകദേശം ആറന്മുള വള്ളംകളിയെ പറ്റിയും വള്ളസദ്യയെ പറ്റിയും ആറന്മുള കണ്ണാടിയെ പറ്റിയും തിരുവോണത്തോണിയെ പറ്റിയും ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് കേട്ടാലോ? SK ജംഗ്ഷനിൽ ഒരു പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. അങ്ങനെ ദേ നമ്മുടെ SK ജംഗ്ഷനിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ സി യു പറയേണ്ട സമയമായിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ടെന്നറിയാലോ. അനീഷേട്ടനാണ് തെക്കേമുറി പള്ളിയോടത്തിന്റെ 2023 ക്യാപ്റ്റനും ഇപ്പോഴും അതിലൊരു സാരഥികളിൽ ഒരാളായി നിൽക്കുന്ന അനീഷേട്ടൻ പറഞ്ഞ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. കുറെ അറിവുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനിയും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ആറന്മുള എന്ന് കേൾക്കുമ്പോൾ ആറന്മുള പള്ളിയോടവും സദ്യയും തിരുവോണത്തോണിയും അനീഷേട്ടൻ പറഞ്ഞു തന്ന ചെറിയ ചെറിയ നുറുങ്ങ് കാര്യങ്ങളൊക്കെ ഇനി ഓർമ്മ കാണും എന്ന് എനിക്ക് ഉറപ്പാണ്. പമ്പാ നദിയുടെ തീരത്ത് നേരിട്ട് പോയ ആ വള്ളപ്പാട്ടിന്റെ താളവും വള്ളസദ്യയുടെ രുചിയും അനുഭവിച്ചറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മളുടെ ഈ ഒരു SK ജംഗ്ഷനിൽ അനീഷേട്ടന് ഇനി അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ പരിചയത്തിന്റെ പുറത്തൊക്കെ ആർക്കെങ്കിലും ഒക്കെ വള്ളസദ്യകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരിക. അപ്പോൾ ഈ പറഞ്ഞ പേരനുസരിച്ച് നമ്മുടെ പള്ളിയോടത്തിന്റെ പേരൊക്കെ പറഞ്ഞതനുസരിച്ച് നമ്മളെ നോക്കുക. എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വന്ന് പരിചയപ്പെടാം. അപ്പോൾ സർഗക്ഷേത്ര കേൾക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ അവിടോട്ട് ആറന്മുളയിലൊക്കെ വരുവാണെങ്കിൽ നമ്മളെയൊക്കെ നോക്കാം. ഞങ്ങൾ സർഗക്ഷേത്ര കേട്ടിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ ഒരു നമസ്കാരം കിട്ടുമെന്ന് ഉറപ്പായി. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ സദ്യയുടെ ചില ഐറ്റങ്ങൾ പറഞ്ഞാൽ പച്ചരി, കിച്ചരി, അവിയൽ, കൂട്ടുകറി, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, മസാല, തോരൻ, ചോറ്, പരിപ്പ്, നെയ്യ്, പാൽപ്പായസം, പഴം പായസം, കടല, ഗോതമ്പ്, പിന്നെ പഴമുണ്ട്, പിന്നെ ഉണ്ണിയപ്പം, എള്ളുണ്ട, കളിയോടയ്ക്ക, അതുപോലെ തന്നെ കൽക്കണ്ടം ഉണ്ടാവും, മാങ്ങ ഉപ്പിലിട്ടുണ്ടാവും, വഴുതനങ്ങ വറുത്തതുണ്ടാവും, പിന്നെ വലിയ പപ്പടം, ചെറിയ പപ്പടം തുടങ്ങി ഇഷ്ടം പോലെ ഐറ്റങ്ങൾ നിങ്ങൾ വരാം, കഴിക്കാം. ഇതിനകത്ത് സ്പെഷ്യൽ ഐറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ പാടി ചോദിക്കുന്നവർക്കാണ് ഈ സ്പെഷ്യൽ ഐറ്റം. നമ്മൾ ഈ 64 കൂട്ടം എന്ന് പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പാടി ചോദിക്കുന്നതിനകത്ത് കുറേയധികം മടന്തയില തോരൻ, അങ്ങനെ വളരെ ചുരുക്കം ഉള്ള ഐറ്റങ്ങളുണ്ട്. അത് ഈ പാടി ചോദിക്കുന്നവർക്ക് മാത്രമാണ്. ബാക്കിയുള്ള ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം, നെല്ലിക്ക ഉൾപ്പെടെ ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ആർക്കെങ്കിലും വള്ളസദ്യയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരുക. അവിടെ വന്നു കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു ലക്ക് ബേസ് തന്നെ കിട്ടും. അതെ. ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആള് കുറവാണെങ്കിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിലും പോരുക. ഞങ്ങളുടെ വള്ളത്തിലൊക്കെ പാട്ട് പാടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൊച്ചു പിള്ളേർ മുതൽ പ്രായമുള്ളവർ വരെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല്ല് പോയ അപ്പൂപ്പന്മാർ വരെയും നമ്മുടെ അവിടെ ഉണ്ട്. അപ്പോൾ പോയിരുന്നേക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പല്ല് പോയതല്ല, പല്ല് വന്നിട്ടില്ലാത്ത കുട്ടികൾ മുതൽ പല്ല് പോയ അപ്പൂപ്പന്മാർ വരെ ഈ പള്ളിയോടത്തിൽ എല്ലാത്തിലും ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള, പല ഈണത്തിലുള്ള, ഓരോരുത്തരുടെയും ശൈലി വ്യത്യസ്തമാണല്ലോ. എന്നിട്ട് ഒരൊറ്റ ശൈലിയാണെങ്കിൽ പോലും പാടി വരുമ്പോഴുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പോരുക. ഞങ്ങളുടെ പൊടിമോൻ ചേട്ടൻ്റെ ആണെങ്കിലും കുട്ടപ്പൻ ചേട്ടൻ്റെ ആണെങ്കിലും മനോജ് ചേട്ടൻ്റെ ആണെങ്കിലും, മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ സദ്യ നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സദ്യയൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷായ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരുടെ പാട്ടുകാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, വള്ളസദ്യ കഴിക്കാം, വള്ളപ്പാട്ട് കേൾക്കാം, ഭഗവാന്റെ കൂടിരുന്ന ആഹാരം കഴിച്ചിട്ട് തിരിച്ചു പോകാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും ഒരു ദിവസം മാറ്റി വെച്ചു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. SK ജംഗ്ഷനിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഈ വലിയ ഒരു പാരമ്പര്യം തന്നെയാണ് നമ്മളിപ്പോ കേട്ടതും. നമ്മളുടെ അനേകായിരം പാരമ്പര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ആറന്മുള വള്ളസദ്യയും വള്ളംകളിയും, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ കേട്ട സ്ഥിതിക്ക് അപ്പൊ ഇനി ടാറ്റ ബൈ ബൈ സി യു പറയുകയല്ലേ. ചേട്ടാ, താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഇത് SK ജംഗ്ഷൻ ആണ്. കൂടെ ഉണ്ടായിരുന്നത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ ഉണ്ടായിരുന്നത് അനീഷേട്ടനാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.